السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എൻ്റെ സമയം കാത്ത് പിന്നിൽ സജ്ജമാക്കിയ ഗസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോൾ ഈ സദസ്സിനെയും ഈ സ്റ്റേജിനെയും മനോഹരമായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ കൊച്ചുമക്കൾ അവരിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ടല്ലോ. അത് നമ്മൾ മറഞ്ഞു നിന്ന് ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു ഹാപ്പിനെസ്സാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സദസ്സിൻ്റെ പ്രൗഢിയും ഈ സ്റ്റേജിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ ആ ഒരു ഒഴുക്കും പടച്ചറബിൻ്റെ വല്ലാത്തൊരു തൗഫീഖ് പെയ്തിറങ്ങിയ ഒരു മഹനീയ മജ്ലിസ്. ഇവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്, പടച്ചറബിൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പൂർണ്ണമായിട്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കിത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സീക്രട്ട്, അത് ആത്മാർത്ഥതയാണ്. അള്ളാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ച് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നാൽ ഈ സദസ്സ് വിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നത് വരേക്കും ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നത് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോഴൊക്കെ തോന്നും മരിച്ചേ പറ്റൂ. രാത്രി ഉറങ്ങി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് മലമുകളിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുന്നത്. തൊട്ടുപിറകെ മലയും കല്ലും മരവും എല്ലാം ഒഴുകിയെത്തിയത് മക്കളെ ചേർത്ത് പിടിച്ച് തങ്ങൾ താമസിക്കുന്ന വീട്ടുകോലായിലാണ്. അടുക്കളയുടെ ഡോറ് തുറക്കാൻ കഴിയാത്ത വിധം 3/4 ഭാഗം വെള്ളവും ചളിയും നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആത്മരക്ഷാർത്ഥം സ്റ്റെയർ കയറി മുകളിലേക്ക് കയറി ചെന്ന് അങ്ങനെയൊക്കെ വലിഞ്ഞു കയറി രക്ഷപ്പെട്ടവരാണ് വയനാട് ഇന്ന് ദുരന്ത ഭൂമിയിൽ ബാക്കിയായ ജീവനുകൾ. കുടുംബത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീടില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, മക്കളില്ല, ഭാര്യയില്ല, ഒരാളുമില്ല. ഒരു പെൺകുട്ടിക്ക് ആകെ ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവായി കിട്ടിയ യുവാവായിരുന്നു. ആ യുവാവാകട്ടെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി. എത്ര വേദനകൾ തിന്ന് മനുഷ്യർ കഴിയുന്നു ഇവിടെ. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്നാൽ, ICUവിൻ്റെ CCUവിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്നാൽ, കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ആഴ്ചയിൽ 2, 3, 4 തവണ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ നമ്മൾ കാണേണ്ടി വന്നാൽ, മാരകമായ ക്യാൻസർ ബാധിച്ച് അതിൻ്റെ വേദനകൾ തിന്ന് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് കൊതിച്ചുകൊണ്ട് രോഗിയും രോഗിയെ ചികിത്സിക്കുന്ന ആളുകൾ എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത വിധത്തിൽ കുരുക്കിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യവുമൊക്കെ നമ്മൾ കാണുമ്പോൾ അള്ളാഹു മരണം വെച്ചത് എത്ര വലിയ റഹ്മത്താണ് എന്ന് നമുക്ക് തോന്നും. സുഹൃത്തുക്കളെ, നമ്മുടെ മുന്നിൽ ദൃശ്യമായ വീഡിയോ നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെയുള്ള നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്.
സൂര്യൻ ഉദിച്ച് ചൂട് പിടിച്ചിട്ടും കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ പശിയടക്കാൻ വകയില്ലാതെ തെരുവിൽ കൈനീട്ടുമ്പോൾ ഏറ്റവും നല്ല വിഭവങ്ങൾ കൊണ്ടുപോയി വേസ്റ്റിൽ തട്ടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വ്രണപ്പെടാറുണ്ട്. യാത്രയിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നു ഒരുപാട് വെള്ളം വെറുതെ വേസ്റ്റായി പോകുന്നത്. എത്ര വെള്ളമാണ് ഒഴുകി പാഴായി പോകുന്നത്. വാല്യുബിളായ കാര്യങ്ങൾ പാഴായി പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ മനുഷ്യൻ ഏറ്റവും അധികം പാഴാക്കുന്ന വാല്യുബിൾ തിങ് ദാറ്റ് ഈസ് ടൈം, നമ്മുടെ സമയമാണ്. നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ ഭൂരിഭാഗം ആളുകളും അതിനെക്കൊള്ള അശ്രദ്ധരാണ്. സുഹൃത്തുക്കളെ, ടൈമാണ് നമ്മുടെ മൂലധനം. സമ്പത്തിനേക്കാളും ആരോഗ്യത്തെക്കാളും സംവിധാനത്തെക്കാളും സൗകര്യത്തെക്കാളും നമ്മുടെ വേഷവിധാനത്തെക്കാളും നമ്മൾ താമസിക്കുന്ന വീടിനേക്കാളും നമ്മുടെ വാഹനത്തെക്കാളും മോസ്റ്റ് പ്രഷ്യസ് അത് ടൈമാണ്. സമയമില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മളിവിടെ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് ടൈമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് ഇന്നമാ അൻതൽ അയ്യാം, നീ എന്ന് പറഞ്ഞാൽ സമയമാണ്, ദിവസങ്ങളാണ്. ദിവസങ്ങൾ ഓരോന്നും തള്ളി നീക്കുന്നത് നമ്മുടെ ആയുസ്സിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാത്തത്, ബർത്ത്ഡേ ആഘോഷിക്കാത്തത്. കാരണം ഒരു വയസ്സ് തികഞ്ഞാൽ അതിനർത്ഥം എനിക്ക് അലോട്ട് ചെയ്ത 365 ദിവസം തീർന്നു എന്നാണ്. 4 മാസം പ്രായമായപ്പോൾ മാതാവിന്റെ ഗർഭത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ച് ഉക്തുബ് അർബഅൻ, 4 കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം അജലുഹു, വാലിഡിറ്റിയാണ്. കയ്യിലെ ഫോണിനുണ്ടാകാം നമ്മളെക്കാളും വാലിഡിറ്റി, നമ്മൾ ധരിച്ച വാച്ചിന് നമ്മളെക്കാൾ വാലിഡിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്ക് നമ്മളെക്കാൾ വാലിഡിറ്റി ഉണ്ടാകാം. ഒരുപക്ഷെ അത്ര പോലും വാലിഡിറ്റി ഇല്ലാത്തവരായിരിക്കണം നമ്മൾ. എൻ്റെ തൊട്ടയൽപ്പക്കത്ത് ഒരു 1.5 വയസ്സുകാരനെ കാണാണ്ടായി. എല്ലായിടത്തും തിരഞ്ഞു. കാരണം കുട്ടികളെ സ്വാഭാവികമായിട്ടും എല്ലാവരും കൊണ്ടുപോകുമല്ലോ, അയൽപ്പക്കത്തൊക്കെയുള്ള ആളുകളൊക്കെ കൊണ്ടുപോകും. ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ, ജ്യേഷ്ഠന്മാരുടെ കൂടെ ഒക്കെ കളിക്കും. അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞ് എവിടെയും ഈ കുട്ടിയെ കാണാനില്ല. അവസാനം മണിക്കൂറുകൾക്കൊടുവിൽ ആ കുട്ടിയെ കണ്ടത് വീട്ടുമുറ്റത്ത് മീൻ വളർത്താൻ വേണ്ടിയിട്ട് 1.5 അടി ആഴമുള്ള, ഏതാണ്ട് 2 അടി വീതിയുള്ള ഒരു കുഴി ഉണ്ടായിരുന്നു. വെള്ളം നിറച്ചതിൽ മീൻ വളർത്തുകയാണ്. കുട്ടികൾക്ക് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വാപ്പ ഒരുക്കി കൊടുത്തതാ. ഈ 1.5 വയസ്സുകാരൻ അതിൽ വീണ് വെള്ളം കുടിച്ച് മരിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ആഴം മാത്രമുള്ള, ഈവൻ അവന് മുങ്ങാൻ ഇനഫ് വെള്ളം ഇല്ലാത്ത അത്രയും ചെറിയൊരു കുഴിയിലാണ് അവൻ മുങ്ങി മരിച്ചത്. ടൈം. ഞാൻ മരിക്കുമോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ വല്യുപ്പ മരിച്ചു, തൊട്ട് ശേഷം എൻ്റെ വല്യുമ്മയും മരിച്ചു. അപ്പൊ എനിക്ക് തോന്നുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് ഞാനായിരിക്കും മരിക്കാൻ. കണ്ണൊക്കെ നിറച്ചിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് വിഷമിച്ചിട്ടാണ് അവൾ വരുന്നത്. സാർ അത് സിഹിർ ബാധിച്ചിട്ടാവോ, അല്ല ആരെങ്കിലും നമ്മളെ കണ്ണു വെച്ചിട്ടാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, നമ്മുടെ വല്യുപ്പയും വല്യുമ്മയും മരിച്ചപ്പോൾ നമുക്കുണ്ടായ ഈ ചിന്ത എപ്പോഴും ഉണ്ടാകണം എന്നാണ് റസൂൽ നമ്മളോട് പറഞ്ഞത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യാനി അൽ മൗത്ത്. എല്ലാ സുഖത്തെയും മുറിച്ചു കളയുന്ന നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ കൂട്ടുണ്ട്, കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, നമുക്ക് അഡ്രസ് ഉണ്ട്, നമുക്ക് ക്യാമ്പസ് ഉണ്ട്, ആ ക്യാമ്പസിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്.
നമുക്ക് നാമങ്ങളുണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒറ്റ നാമത്തിൽ എല്ലാവരും മടങ്ങുന്ന, എല്ലാവരും ചോദിക്കും മയ്യത്ത് വന്നോ, മയ്യത്ത് എത്തിയോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്തെപ്പോൾ എടുക്കും, മയ്യത്തെപ്പോൾ നിസ്കരിക്കും, മയ്യത്തെപ്പോൾ കബറടക്കും. ഇത് മാത്രമാണ് അവിടെ പറയുന്നത്. ജാബിർ വന്നോ, ജാബിറിനെ കുളിപ്പിച്ചോ, ജാബിറിനെ കൊണ്ടുപോകുന്ന എപ്പോഴാ, ജാബിറിനെ നിസ്കരിക്കുന്ന എപ്പോഴാ, ജാബിറിനെ കബറടക്കുന്ന എപ്പോഴാ, ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ഇല്ല. ഒറ്റ ചോദ്യം, ഒറ്റ വാക്ക്, ഒറ്റ പേര് മാത്രം. ഈക്വലി എല്ലാവരും ഒരുപോലെ വിളിക്കപ്പെടുന്ന ഒരു പേര് മയ്യിത്താണ്. ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ, മരണം സംഭവിക്കണമെങ്കിൽ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് വീണാലും സംഭവിക്കൂല. ടൈം, അതിനൊരു സമയമുണ്ട്. ആ സമയം നമ്മൾ എത്തുമ്പോൾ സംഭവിക്കും, തീർച്ചയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും ഓട്ടത്തിലാണ്, അല്ലേ? എല്ലാവരും ഓടുകയാണ്. ഈ ഹൈവേയിലൂടെ എത്ര ഫാസ്റ്റിലാണ് വാഹനങ്ങൾ കുതിക്കുന്നത്. എവിടേക്കാണ് അവർ പോകുന്നത്? അവരവിടെ ഓഫീസിലേക്കാണ്, കുടുംബത്തിലേക്കാണ്, ഫംഗ്ഷനുകളിലേക്കാണ്. അവരുടേതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഒരുപാട് അംബിഷൻസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാനുള്ള കുതിപ്പിലാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ കുതിപ്പ് ഇലാ റബ്ബിക്, നിങ്ങളുടെ റബ്ബിലേക്കാണ്. ഈ കുതിപ്പ് പള്ളിക്കാട്ടിലേക്കാണ്. അവിടെ ഒരു ബാലൻസ്, ഒരു എക്സ്ട്രാ ഒരു കുഴി വെട്ടി നിർത്തിയിട്ടുണ്ട്, ഒരു കുഴി കുഴിച്ചു വച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ എനിക്ക് വീടാവുന്നതിന് മുമ്പ് 2 സ്റ്റാറ്റസ് വെച്ചു. അത് ഒന്നാമത്തെ സ്റ്റാറ്റസ് എൻ്റെ വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി എന്നേന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ലൈക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ സ്റ്റാറ്റസ് പള്ളിക്കാട്ടിൽ എക്സ്ട്രാ കുഴിച്ചു വെച്ചൊരു കബറുണ്ട്, അതിൻ്റെ ഫോട്ടോ ആയിരുന്നു. നമുക്കൊക്കെ ഉള്ളൊരു വീട്, അവിടെ ഒരു സ്പെയർ ആയിട്ട് ഒരു കബർ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓണർ ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന നമ്മളാകാം. നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത് ഒരു ഓട്ടോക്കാരൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് പാട്ട് പാടിയത് മരണത്തെക്കുറിച്ച്, അല്ലേ? ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കണ്ടേ, പോണ്ടമ്മക്ക് പോണം, അല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു അത്രേ. അതിന്റെ അവസാനം മൂപ്പര് ചോദിക്കണതേ വല്ലാത്തൊരു വാക്കാണ്. മൂപ്പര് മരിച്ചു എന്നറിഞ്ഞിട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണത്. പോണ്ടമ്മക്ക് പോണം എന്ന്. ആ ചോദ്യം നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ്. പോണ്ടേ? ഇവിടെ തന്നെ നിന്നാ മതിയോ? ഇവിടെ തന്നെ എന്നും നിൽക്കുവോ? പോണം. സുലൈമാൻ അൽ ഹിക്കമി, ഒരു വേള ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയായിരിക്കാം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തിരൂരിൽ വെച്ച് നടന്ന ഇല്ലുമിന മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസിന് പ്രൊമോ വീഡിയോക്കുള്ള സ്ക്രിപ്റ്റ് എഴുതിയത് സുലൈമാനാണ്. അന്ന് സുലൈമാൻ സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്, ഈ കോഴ്സ് പൂർത്തിയാകുമെന്ന് ഉറപ്പില്ല. മനസ്സിലായില്ലേ? ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺവെക്കേഷന്റെ അന്ന് തിരിച്ചു പോരുമ്പോ അന്നായിരിക്കാം നിങ്ങളുടെ മരണം എന്നൊക്കെ പറഞ്ഞ സുലൈമാൻ ആ ഇല്ലുമിനയിൽ ഇല്ലായിരുന്നു. ആ പ്രോഗ്രാമിൽ അവൻ ഇല്ലായിരുന്നു. അതിനു മുമ്പ് അവൻ മരണപ്പെട്ടു പോയി. എത്രയോ ആളുകൾ ഇതുപോലെ മരണപ്പെട്ടു പോയത് നമുക്കെല്ലാവർക്കും അനുഭവമുണ്ടാകും, അല്ലേ? മരണത്തെ ഓർമ്മപ്പെടുത്തി പ്രസംഗം നിർവഹിച്ചു കണ്ണൂരിൽ നമ്മുടെ ഒരു ഭാരവാഹി, മമ്മുഞ്ഞിക്ക എന്ന് പറയുന്ന തളിപ്പറമ്പുകാരൻ. അദ്ദേഹം ജില്ലയുടെ 4 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ നീണ്ടു നിന്ന ഒരു ക്യാമ്പ്, ആ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. ഉദ്ഘാടന ഭാഷണത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 1-ാമത്തെ ആയത്ത് ഓതി. എന്താണ് ആയത്ത്? യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. നിങ്ങളുടെ വിചാരണ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. പക്ഷെ നമ്മൾ മറക്കുകയാണ്, നമ്മൾ അശ്രദ്ധയിലാണ്, നമ്മൾ അതിനെ അവഗണിച്ചിരിക്കുകയാണ്. ഹിസാബ് വളരെ തൊട്ടടുത്തുണ്ട്. ആ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പ്രൗഢമായി സംസാരിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ വീടെത്തുന്നതിൻ്റെ 1-2 കിലോമീറ്റർ മുമ്പ് ഒരു ഇന്നോവ കാറ് അതിശക്തമായ വേഗതയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടിയെ അടിച്ചു തെറിപ്പിച്ച് ആ സ്പോട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. പറയുന്നവർക്കൊക്കെ നല്ല അഭിപ്രായം മാത്രം പറയാനുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, മരണത്തെക്കുറിച്ച് പാട്ടുപാടിയ ഓട്ടോക്കാരൻ, മരണം ഓർമ്മപ്പെടുത്തി സ്ക്രിപ്റ്റ് എഴുതിയ സുലൈമാൻ,
മരണം തൊട്ടടുത്തുണ്ട്, ഹിസാബ് അടുത്താണ് എന്ന് പ്രസംഗിച്ച് സ്റ്റേജ് വിട്ട നമ്മുടെ ഭാരവാഹി, ഇവരൊക്കെ അതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആർക്കും മറികടക്കാനാകാത്ത ഈ ഒരു മരണം അതെല്ലാവർക്കും ഉണ്ടാവും. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദ് അങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ നമുക്ക് സ്വസ്ഥായിരുന്നു, മുഹമ്മദ് അങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ നമുക്ക് സ്വസ്ഥായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാ, നബിയെ ചോദിക്കൂ, അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. മുഹമ്മദ് നബി അവരോട് ചോദിക്കൂ, നിങ്ങൾ മരിച്ചാൽ അവർ മരിക്കാണ്ടിക്കോ? എല്ലാവരും മരിക്കും. ജീവിതം ഖൈർ കൊണ്ടും ഷെറ് കൊണ്ടുമുള്ള പരീക്ഷണമാണ്. മുന്നിലൊരു നല്ല പുതിയ കാറ് കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ അത് പരീക്ഷണമാണ്. നല്ല അക്കം ശമ്പളം കിട്ടുന്ന ഒരു ജോലി നമുക്ക് കിട്ടിയെങ്കിൽ അത് പരീക്ഷണമാണ്. മറ്റുള്ളവരെക്കാൾ നല്ല സൈസും നല്ല ഗ്ലാമറും നല്ല ഹെൽത്തും വെൽത്തും നമുക്കുണ്ടെങ്കിൽ അത് പരീക്ഷണമാണ്. രോഗങ്ങളും പരീക്ഷണമാണ്, അനുഗ്രഹങ്ങളും പരീക്ഷണമാണ്. വഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങും. മരണം എല്ലാവർക്കും സുനിശ്ചിതമാണ്, ആരും അതിന് വിട്ടുപോകില്ല. അങ്ങനെ വിട്ടുപോകുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിട്ടുപോകണമായിരുന്നു. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രത്തോളം നമുക്ക് ആവശ്യമാണ്. ഈവൻ മുസ്ലിങ്ങളല്ലാത്തവർ പോലും പറഞ്ഞ എന്താ അറിയോ, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു ക്രൈസിസ് ഉണ്ടാവില്ല. കാരണം എല്ലാ ക്രൈസിസിനും സൊല്യൂഷൻ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നബിന്റെ ചരിത്രം എടുത്ത് നോക്കി, നബിയുടെ കാലത്തുണ്ടായ എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷൻ അള്ളാഹുവിന്റെ റസൂലായിരുന്നു. അതുകൊണ്ട് മരിക്കാണ്ടിക്കുമായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കണമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിച്ചു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞത് എന്താ, ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് ദേഹം പാട് വീണപ്പോ ഉമർ ബിൻ ഖത്താബ് കരഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് എന്താ പറഞ്ഞത്, അമാ തർളാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമറെ, അവർക്കൊക്കെ കിസ്റയും കൈസറും ഭരിക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലാണ് കൊടുത്തെങ്കിൽ എനിക്കും നിനക്കും അല്ലാഹ് സ്വർഗ്ഗത്തിൽ തരും, നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഉമറിനോട് പറയും, ഉമറെ, ഈ ദുനിയാവിൽ ഞാൻ ആരാണ്? ഇല്ലാ കറാകിബിൻ, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഞാൻ. ഒരു വഴിയാത്രക്കാരൻ, അയാൾ യാത്രക്കാരനാണ്, വാഹനപ്പുറത്ത് അയാൾ യാത്ര ചെയ്യുന്നു. ക്ഷീണം മാറ്റാൻ ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ അയാൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുന്നു. ആ റെസ്റ്റിംഗ് ടൈമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ നമ്മളുള്ളത്. ബീച്ച് അല്ലെ, ബീച്ച് കാണാത്ത ആരെയിലുണ്ടോ? ഇല്ലല്ലോ. ബീച്ച് കാണാത്ത ആരും ഇല്ലല്ലോ. ഇല്ല. ബീച്ചില് അല്ലെ, കടലിൽ എത്ര വെള്ളമുണ്ട്. ആ വെള്ളത്തിലെ ഒരു തുള്ളി വെള്ളം ബാക്കി വെള്ളത്തോട് കമ്പയർ ചെയ്ത് എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിലെ ഒരു തുള്ളി മാത്രമാണ് ഈ ദുനിയാവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുകയാണ്. എത്രത്തോളം ഒരു കൊതുകിന്റെ ചിറക്, ഒരു കൊതുകിനെ ഇങ്ങനെ അടിച്ചാൽ അത് പിന്നെ ഇങ്ങനെ ഒരു എന്തായി മാറുക, ഒരു പൊടിയായിട്ട് മാറും. അതിന്റെ രൂപം പോലും കാണൂല അല്ലെ. അതിൻ്റെ ഒരു ചിറക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ അത് തെരഞ്ഞു പിടിക്കണോന് നമ്മൾ എന്തും ഓഫർ ചെയ്യാം, കാരണം അവനെ തെരഞ്ഞു പിടിക്കാൻ കഴിയില്ല. അത്രയും നിസ്സാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും നിസാരമാക്കിയിട്ടാണ് ഈ ലോകത്തെ പരിചയപ്പെടുത്തിയത്. മാത്രമല്ല, ഇതൊരു സ്ഥിരതാമസത്തിന് പറ്റിയ സ്ഥലമല്ല. ഇതൊരു സ്ഥിരതാമസത്തിന് പറ്റിയ സ്ഥലമല്ല. 8ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്ക് പനിച്ചു. ആ പനി 3 ദിവസം കൊണ്ട് മാറി. 4ാമത്തെ ദിവസം വീണ്ടും പനിച്ചു. പനി മൂത്ത് വന്നപ്പോൾ സംഭവിച്ചെന്താ അറിയോ, ഓൻ്റെ 2 കാലും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളയാൻ തുടങ്ങി. അവൻ ഇന്ന് മുച്ചക്ര വാഹനത്തിലാണ് പോകുന്നത്. എങ്ങനെ അങ്ങനെ ആയത്? ഒരു പനിയാണ്. ഇവിടെ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മൾ ഭയക്കുന്നു അല്ലേ? എന്തെല്ലാം സെക്യൂരിറ്റി സിസ്റ്റം വേണം നമുക്ക് ജീവിക്കാൻ. എന്തെല്ലാം സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കുന്നു. വണ്ടിന്റെ ബോഡി നല്ല ഉറപ്പുണ്ട്, 6 എയർ ബാഗ്സ് ഉണ്ട്, ABS ബ്രേക്ക് സിസ്റ്റം ഉണ്ട് അല്ലെ, നല്ല സെറ്റപ്പ് എഞ്ചിനാണ്, ഒക്കെ റെഡിയാണ്. പക്ഷേ യാത്രക്കാർ മുഴുവൻ മരിച്ച്. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ ഒരു രോഗം അല്ലേ, ദുഃഖം, വിഷമം, ശത്രുത, മറ്റുള്ളവർ ഉപദ്രവം, ഇതൊക്കെ പേടിക്കുന്ന ഒരു ലോകത്ത് എങ്ങനെ നമ്മൾ ജീവിക്കുക സ്വസ്ഥമായിട്ട്? അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഒരു സ്ഥിരതാമസത്തിനുള്ളൊരു സ്ഥലമല്ല. പിന്നെന്താ ഉള്ളത്? മരിക്കും വരെ അല്പകാലം നമ്മളിവിടെ ജീവിക്കും. മനസ്സിലായില്ലേ?
മരിക്കും വരെ. പരലോകത്തെത്തിയിട്ട് ആൾക്കാർ ചിന്തിക്കും അത്രേ, ദുനിയാവിൽ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്ന്. അപ്പൊ ഓരെന്താ പറയിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, അതുമല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം, അത്രയ്ക്കേ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പരലോകത്ത് വെച്ചിട്ട് അവർ പറയത്ര. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ വൈബും, ഇവിടുത്തെ തിരക്കും, ഇവിടുത്തെ ടെൻഷനും, ഇവിടുത്തെ കാഴ്ചയും, ഇവിടുത്തെ കേൾവിയും, ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പും, ഇവിടുത്തെ ക്യാമ്പസും, ഇവിടുത്തെ എന്റർടൈൻമെന്റ്, ഇവിടുത്തെ എൻജോയ്മെന്റും അവിടെ എത്തുമ്പോൾ നമ്മൾ മറന്നുണ്ടാവും. വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് എവിടം അവസാനിക്കുമെന്നറിയാത്ത ഈ യാത്ര ഒരു സ്ഥലത്ത് അവസാനിക്കും. ഇപ്പൊ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയ ആൾക്കാർ പറയലുണ്ട്, എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എന്തൊരു ഓർമ്മല്ല, ഞാൻ ഇപ്പൊ എന്താ അപ്പൊ ചെയ്തത്, എന്താ സംഭവിച്ചത്, എങ്ങനെ അത്ര ദൂരത്തുനിന്ന് ഇവിടെ ഈ കുണ്ടിൽ വന്ന് ചാടിയത്, ഇതൊന്നൊരു ഓർമ്മയുണ്ടാവില്ല. എന്താണ് നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. ഇതുപോലെ ആയിരിക്കും പെട്ടെന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വരും, മുനവർ സ്വലാഹി പാസ് ദ വേ, പെട്ടെന്ന് സംഭവിക്കുള്ളൂ. ജാബിർ കായക്കൊടി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അദ്ദേഹം ഭാര്യന്റെ കൂടെ ബൈലക്സിൽ ക്ലാസ് കേൾക്കാം. ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വീട്ടിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയതാ. കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ ബൈക്കിൽ കാറിടിച്ചു, അദ്ദേഹം മരിച്ചു. അപ്പൊ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഭാര്യ, അതിന്റെ ചോട്ടിലെ ടെക്സ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ചാറ്റ് ചെയ്യാനുള്ള സ്ഥലം, അവിടെ കാണുകയാണ് ജാബിർ കായ്ക്കൊടി പാസ്ഡ് അവേ. ഇപ്പം ഇറങ്ങിപ്പോയ ആളെ മരിച്ചെന്ന് കാണുമ്പോൾ എന്തേക്കാരാ ഷോക്ക്, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അത്. നമ്മുടെ ഒക്കെ അവസ്ഥ തന്നെയാണ്. ഖുർആൻ സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തെ ആയത്താ പറഞ്ഞത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല. ഇപ്പൊ ഇവിടെ മഴ പെയ്യും നമുക്കറിയോ? എത്ര പെയ്യും നമുക്കറിയോ? അറിയില്ലല്ലോ. മഴനെ കുറിച്ച് നമുക്കറിയില്ല, ഗർഭത്തിലൊരു കുഞ്ഞിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്കറിയില്ല. ഇതുപോലെ നമ്മൾ നാളെ എന്ത് ചെയ്യും നമുക്കറിയില്ല, എവിടെ വെച്ച് മരിക്കും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ കുടുംബത്തിലൊരുത്തൻ മറ്റേ എവറസ്റ്റ് കയറാൻ പോയി. എവറസ്റ്റ് കയറാൻ ഒറ്റയ്ക്കാണ് പോയത്. അവനെ ഭാഷ പഠിച്ചു, അവിടേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു, എല്ലാ സംഗതിയും റെഡിയാക്കി വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. പക്ഷെ എവറസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ബേസ് ക്യാമ്പിലേക്കുള്ള നടത്തത്തിനിടെ അവൻ രോഗിയായി. അവിടുത്തെ വില്ലേജസ് അവനെ തടഞ്ഞു വെച്ചു, ഇനി പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവനവൻ്റെ റൂമിൽ 3 ദിവസം അസുഖബാധിതനായി കിടന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ദൂരത്തല്ലല്ലോ ഉള്ളത്. വണ്ടികൾക്ക് പോകാൻ കഴിയാത്ത ദുർഘടമായ വഴികൾ കോല് കുത്തിപ്പിടിച്ച് നടന്നിട്ടാണ് അവനവിടെ എത്തിയത്. അതുകൊണ്ട് ഹെലികോപ്റ്റർ വന്ന് പിക്ക് ചെയ്യണം. അതിന് ഫോൺ ആക്സസ് ആവുന്നില്ല, ഇവിടുന്ന് പൈസ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് കോംപ്ലിക്കേഷൻസ്. ഫൈനലി അവൻ അവിടെ വെച്ച് മരിച്ചു. വലിയൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട്, വലിയൊരു അച്ചീവ്മെന്റ് മനസ്സിൽ കണ്ടിട്ടാണ് അവന് പുറപ്പെട്ടു പോയത്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ വഴിയിൽ വെച്ചവന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്കറിയില്ല നമ്മൾ പുറപ്പെട്ടിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ. അവിടെ ഉമ്മാനോടൊക്കെ കച്ചറോടിയായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആലോചിക്കണം. ചിലപ്പോൾ ഉമ്മ മരിച്ചു എന്നേക്കാരം നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ടായിരിക്കും നമ്മുടെ മയ്യത്ത് വരിക. മൂർക്കനാട്, അരീക്കോട് മൂർക്കനാട് എന്ന പ്രദേശത്ത് സ്കൂളിൽ അവസാനത്തെ ബെല്ല് മുഴങ്ങിയപ്പോൾ കുട്ടികൾ ബാഗും തൂക്കി ഓടി. ചാലിയാറിന് കുറുകെ പാലമില്ലാത്ത അവിടെ അവർ തോണിയിലാണ് പോകുന്നത്. തോണിയിൽ എരച്ച് കയറിയവര്, എന്നിട്ട് പാട്ടും കയ്യടിയും ആട്ടവും കൂത്തും കളി തമാശകളുമായിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ശ്രദ്ധിക്കിട്ടോ, വണ്ടി പിന്നെ ആടി വലഞ്ഞ് മറിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ ആ ഒരു എൻജോയ്മെന്റിന്റെ വേൾഡിലായിരുന്നു. വണ്ടി ചാലിയാറിന്റെ മധ്യത്തിലെത്തിയപ്പോ, ഈ തോണി മധ്യത്തിലെത്തിയപ്പോ മറിഞ്ഞു. 9 കുട്ടികൾ മരണപ്പെട്ടു. ഇന്നും മൂർക്കനാട് കടവിൽ ഒരു ശിലാഫലകത്തിൽ ആ കുട്ടികളുടെ പേര് എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എവിടേക്കോ ലക്ഷ്യം വെച്ച് ഇറങ്ങിപ്പുറപ്പെട്ട നമ്മള് ഖബറിലേക്ക് എത്തും. അതുകൊണ്ട് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ എടുക്കു വെച്ച് ഖബർക്കാണ് പറഞ്ഞു, മനസ്സിലായില്ലേ? എടുക്കു വെച്ചപ്പോഴേ ഖബർക്കാണ്. ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ എത്തി ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, വസൽത്തു സിറാത്ത്, ഞാൻ ഇപ്പോൾ സിറാത്തിലെത്തി. മൂപ്പരിങ്ങനെ ഇരുന്നിട്ട് മൂപ്പര് മരിക്കണതും മൂപ്പരെ കുളിപ്പിക്കണതും മൂപ്പരെ കഫൻ ചെയ്യണതും മൂപ്പരെ ആൾക്കാർ നിസ്കരിക്കണതും മൂപ്പരെ കബർ കൊണ്ടുപോയിട്ട് കബറടക്കിയിട്ട് ആൾക്കാർ തിരിച്ചു പോരുമ്പോൾ മലക്കുകൾ വരുന്നതും ചോദ്യം ചോദിക്കുന്നതും അങ്ങനെ ഫുള്ള് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക.
നമ്മളോട് സമൂഹം പറയേണ്ടത് നിങ്ങളൊന്നും ആലോചിക്കണ്ട, ജീവിക്കൂ, അടിച്ചു പൊളിക്കൂ, ആസ്വദിക്കൂ, അല്ലേ? പരമാവധി ഇനി പുറത്ത് നമ്മൾ മാന്യത ചമഞ്ഞാലും ഉള്ളിൽ മാക്സിമം എൻ്റെ ഉടായ്പകളൊക്കെ കൊണ്ടുനടന്നോ എന്ന നിലക്കാണ് മൊത്തം ഇവിടെ മോട്ടിവേഷൻസ് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അത്തരം ഹതഭാഗ്യരാകരുത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ? ബുദ്ധി ആരാ? ആരാ ബുദ്ധിമാൻ? റസൂൽ പറയാം, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ഇവിടുന്ന് എന്തായാലും മരിച്ചും അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ കളിക്കുക, ഓനാ ബുദ്ധിമാൻ. എന്ത്? ഇവിടുന്ന് എന്തായാലും മരിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് പരലോകത്തേക്ക് വേണ്ടി, മരിക്കാത്ത ഒരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മരിക്കണീൻ്റെ മുമ്പ് നിങ്ങളെ ലൈഫ് പരമാവധി ആസ്വദിച്ചോളിയും. റസൂൽ മരിക്കാൻ കിടക്കുമ്പോൾ ഫാത്തിമ ബീവി വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് ഫാത്തിമ ബീവി പറയാണ്, എൻ്റെ ഉപ്പ ഇന്ന് എന്തു വലിയ വിഷമത്തിലും വേദനയിലുമാണ്. റസൂൽ പറഞ്ഞൊരു വാക്ക് എഴുതിച്ചോളി. റസൂൽ പറഞ്ഞ വാക്ക് എന്തറിയോ? പൊന്നുമോളെ ഫാത്തിമ, ഈ ദിവസത്തിന് ശേഷം ഇനി ബാപ്പക്ക് വേദനയില്ല മോളെ. അതായത് മരിക്കുന്നതോടുകൂടെ ലക്ഷോറിയസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് വിശ്വസിക്കാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? മരിക്കുന്നതോടുകൂടെ എൻ്റെ ഹാപ്പിനെസ് വേൾഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുകയാണ് എന്ന് പറയാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ട്? അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എനിക്ക് ഏറ്റവും സങ്കടം എന്താ നിങ്ങൾ? ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് ഏറ്റവും സങ്കടം ഒരു ദിവസം സൂര്യൻ ഉദിച്ചിട്ട് സ്വർഗത്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ടെൻഷൻ എനിക്കുണ്ടായില്ല. സുബൈ ജമാഅത്ത് എത്ര ദിവസമായി കിട്ടിയിട്ട്, അല്ലേ? എത്ര ദിവസമായി ഖുർആൻ ഓതിയിട്ട്, എത്ര ദിവസമായി രാവിലെയും വൈകുന്നേരം ദിക്ർ ചൊല്ലിയിട്ട്? സങ്കടമുണ്ടോ? വിഷമമുണ്ടോ? പ്രയാസമുണ്ടോ? നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും വലിയ സങ്കടം പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാത്ത ഒരു ദിവസമാണ്. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ പല ആൾക്കാരെ കുറിച്ചും പറയല്ലേ, അയാൾ സംഭവമാണ്, അയാൾ സൂപ്പറാണ്, അയാൾ അതാണ്, അയാൾ ഇതാണ്, അയാൾ ഉഷാറാണെന്നൊക്കെ. ചിലപ്പോൾ ബിസിനസ് രംഗത്തുള്ള ആൾക്കാരാകാം, അക്കാഡമീഷ്യന്മാരാകാം, ചിലപ്പോൾ വലിയ കളിക്കാരാകാം. എങ്ങനെ അവർക്ക് അച്ചീവ്മെന്റ് കിട്ടിയത്? അവരവരുടെ സമയത്തെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചു. ടൈം മാനേജ്മെന്റ്, സമയത്തിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യണം. അപ്പൊ നമുക്കും സക്സസിലേക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ വീതിക്കപ്പെട്ട സാധനമാണ് സമയം, അല്ലെ? എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും 24 മണിക്കൂറാ, ഒരാൾക്ക് 23 മണിക്കൂർ, മറ്റൊരാൾക്ക് 22 മണിക്കൂർ, അങ്ങനെയല്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ ലൈഫിന്റെ വാല്യൂ എന്താ പറയുക? ഈ ലൈഫിന്റെ വാല്യൂ ഈ ചുരുക്കമായ ഈ കാലം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നബി സ്വഹാബത്തിരിക്കും ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുക. അപ്പൊ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ആ സൂര്യനും അസ്തമയ സ്ഥാനത്തിനും ഇടയിലുള്ള സ്പേസ് ഇല്ലേ, അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ്. അതായത് 1-2 മിനിറ്റും കൂടി ഉള്ളൂ സൂര്യൻ അസ്തമിക്കാൻ. അപ്പൊ റസൂൽ പറയാം, ആ സൂര്യനും അസ്തമയത്തിനും ഇടക്കുള്ള ആ സ്പേസ്, അത് മാത്രമേ നിങ്ങൾക്ക് ദുനിയാവിൽ ബാക്കി നിൽക്കുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ശുഷ്കമായ നമ്മുടെ ആയുസ്. നമ്മൾ സാധാരണ പറയണം, ഓന്ത് ഓടിയാൽ എത്ര വരെ എന്ന് പറയല്ലേ, വേലി വരെ എന്നൊക്കെ പറയില്ലേ. ഇതുപോലെ നമ്മൾ എത്ര കളിച്ചാലും അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കാണ്. അത്ര കൊല്ലം നമ്മളിവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 60 കൊല്ലം കൊണ്ട് നമുക്ക് കാലങ്ങളോളം ജീവിക്കണം. പരലോകത്ത് എന്നിട്ട് അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താ ആക്ടിവിറ്റി അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വരും, എന്നിട്ട് സ്വർഗക്കാരെ വിളിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, യാ അഹ്ലൻ നാർ, നരകക്കാരെ. ഇതെന്താണ്? അപ്പൊ ഒരു ചാരവർണ്ണത്തിലുള്ള ഒരു ആടിനെ കൊണ്ടുവന്നുണ്ടാവും. ഇതെന്താണ്? പറയുന്നത് മരണമാണ്. എന്നാൽ മരണമിതാ ഇവിടെ അറുക്കപ്പെടുകയാണ്. മരണം ഇവിടെ അറുക്കപ്പെടുകയാണ്. ഇനി മരണമില്ല എന്ന് പറയുമ്പോ സ്വർഗത്തില് സന്തോഷത്തിന്റെ അട്ടഹാസമായിരിക്കും. നരകത്തിലോ ആർപ്പ് വിളികളും നിലവിളികളുമായിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമുക്ക് മരണമില്ലാത്ത ലോകത്ത് കഴിയാനുള്ളത്. ഖുർആൻ നരകക്കാരെ കുറിച്ച് പറഞ്ഞു, എന്ത്? ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. കനത്ത ചൂട്,
പരിസരം മുഴുവൻ ചൂട്. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കുക? കുറച്ച് തണുത്ത വെള്ളം കിട്ടിയെങ്കിൽ എന്നല്ലേ അല്ലേ? നരകം ഫുള്ള് ചൂട്, തണുത്ത വെള്ളം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇല്ലാ ഹമീമൻ വഗസ്സാഖ. അതികഠിനമായ ചൂടുള്ള ഹമീമ്, അതികടുത്ത തണുപ്പുള്ള ഗസ്സാഖ്. എന്തിനാ ഈ കടുത്ത തണുപ്പുള്ള വെള്ളം കൊണ്ടുവച്ച് സ്വർഗത്തില് നരകത്തില്? ഈ ചുട്ട് പഴുത്ത് ആകെ ഉരുകി നിൽക്കുന്ന മനുഷ്യന്റെ മേലെ തണുത്ത വെള്ളം ഒഴിച്ചാല് അതിശക്തമായ വേദന ഉണ്ടാവും എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ തണുത്തള്ളം കൊണ്ടുവച്ചതേ ഫുട്ബോൾ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കുപ്പിയെടുത്തിട്ട് ഒറ്റ മോന്തൽ 1 ലിറ്റർ വെള്ളം കുടിച്ചില്ലേ, ആ സുഖം കിട്ടാനല്ല, നരകത്തിൽ ശിക്ഷിക്കാനാണ്. എത്ര കാലം അവരവിടെ കഴിയും? യുഗങ്ങളോളം കഴിയും. ഇമാം നാസിർ സഅദി പറയുന്നത് 1 യുഗം എന്ന് പറഞ്ഞാൽ 80 കൊല്ലാണത്രേ. നരകത്തിൽ 80 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50,000 വർഷമാണ്. അങ്ങനത്തെ 80 കൊല്ലം 1 യുഗമാണെങ്കിൽ അഹ്കാബ എന്ന് പറഞ്ഞാൽ എത്രയാകാം? അത്രയും കാലം മനുഷ്യൻ നരകത്തിലെത്താൻ കാരണം എന്താ കാരണം? ഓന്റെ പ്രവൃത്തിയാണ്. ഈ ചുരുങ്ങിയ കാലം ഓൻ ചെയ്തതാണ്, ഓൻ കണ്ടതാണ്, ഓൻ പറഞ്ഞതാണ്, ഓൻ അനുഭവിച്ചതാണ്, ഓൻ ആസ്വദിച്ചതാണ്. അതുകൊണ്ട് അവൻ നരകത്തിലെത്തിയത്. ഇനി നേരെ ഓപ്പോസിറ്റ് സ്വർഗം. അവിടെ എത്ര കാലുണ്ട്? കാലങ്ങളോളം ഉണ്ട് അല്ലേ? ഫഅമ്മല്ലദീന സുഇദു ഫഫിൽ ജന്ന ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലേ? ചെറിയൊരു ഇഷ്കാലുണ്ടായി. സ്വർഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് സ്വർഗം കിട്ടിയവൻ സൗഭാഗ്യവാനാണ്. എത്ര കാലം ഇവിടെ ഉണ്ടാവും? എത്ര കാലം സ്വർഗമുണ്ടോ അത്രയും കാലം സ്വർഗത്തിൽ കഴിയാം. എങ്ങനെയാണ് സ്വർഗം കിട്ടിയേ? ഓനോന്റെ ജീവിതം ഈ ചുരുങ്ങിയ ആയുസ്സിനെ സ്വർഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. അല്ല അങ്ങനെ തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ല നിങ്ങളെ വിലക്ക് വാങ്ങുകയാണ്. അന്ന ലഹുമുൽ ജന്ന, പകരം നിങ്ങൾക്ക് സ്വർഗം തരാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറത്ത് നൂറ്റാണ്ടുകളോളം ജീവിക്കാനുള്ളതാണ് ഈ ജീവിതം. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു നിസ്സാരമല്ല. അപ്പോൾ കുറച്ചു നേരം നമുക്ക് കഴിച്ചാൽ, കുറച്ചു നേരം വെറുതെ വർത്തമാനം പറഞ്ഞ് നിൽക്കുക, കുറച്ചു നേരം നമുക്ക് ഫോൺ നിൽക്കുക, അത് സമയം അങ്ങനെ എങ്ങനെയൊക്കെ വേസ്റ്റ് ആയാൽ മതി, എവിടേക്കെങ്കിലൊക്കെ പോവാ. അങ്ങനെ എങ്ങനെയെങ്കിലും കളയാനുള്ളതല്ല ഇത്. ഈ വേസ്റ്റാക്കിയ സമയത്തെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ മരണം മുതൽക്ക് കരയും. മരണം മുതൽക്ക് കരയും. മലക്കുൽ മൗത്തും സംഘവും ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മനുഷ്യൻ പറയും, എന്താ പറയാ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവേ കുറച്ചു നേരം കൂടി തരുമോ പ്ലീസ്, കുറച്ചു നേരം. ഇലാ അജലിൻ ഖരീബ്, ഒരു അടുത്ത സമയം അല്ലേ? ഈ നവംബർ എന്ന് മാറ്റിയിട്ട്, അല്ലെ ഈ ഡിസംബർ 1 എന്ന് മാറ്റിയിട്ട് ഡിസംബർ 3 അല്ലേ? തൊട്ടടുത്ത സമയം തരുമോ? എന്താ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയോ പിന്തിപ്പിക്കൂല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കരച്ചിൽ തന്നെ. എന്താ കരയണത്? ഈ ദുനിയാവിൽ വേസ്റ്റാക്കിയ സമയത്തെക്കുറിച്ച് ഓർത്ത്, ചെയ്യാതെ മാറ്റിവെച്ച കർമ്മങ്ങളെക്കുറിച്ച് ഓർത്ത്, ചെയ്തു കൂട്ടിയ തിന്മകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച്, അധർമ്മങ്ങളെക്കുറിച്ച്, അവിഹിതങ്ങളെക്കുറിച്ച്, അനാശാസ്യങ്ങളെക്കുറിച്ച്, തോന്നിവാസങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അവൻ കരയുന്നത്. സൂറത്ത് ഫജ്റിൽ കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. അടുത്തായത് എന്താ? യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. മഹ്ശർ മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനുഷ്യന് മനസ്സിലാവും, പടച്ചോനെ ഇനിയിപ്പോ എന്താ കാട്ടുക. അപ്പൊ അവൻ പറയുന്ന വാക്കാണ് യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ആർക്കു വേണ്ടി ഇതുവരെ ചെയ്തീനെ? ആർക്കു വേണ്ടി പ്രവർത്തിച്ചീനെ? എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നേ? അപ്പൊ അവിടെ വെച്ചിട്ട് മനുഷ്യൻ വിലപിക്കുന്നത് ദുനിയാവിലെ അവസ്ഥ ആലോചിച്ചിട്ടാണ്.
أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. എൻ്റെ നാശമേ, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കിക്കളഞ്ഞല്ലോ, നബിയുടെയും അള്ളാഹുവിൻ്റെയും കൂടെ എനിക്ക് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ അവിടെ വെച്ചിട്ട് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറെ വാല്യുബിളായ ഈ സമയത്തെ, ഈ ആരോഗ്യത്തെ, ഈ ആയുസ്സിനെ, ഈ ബുദ്ധിയെ, ഈ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ആസിം വെള്ളിമണ്ണാനായിട്ടൊരു കുട്ടിയുണ്ട്, നിങ്ങൾക്ക് അറിയോനെ? അറിയണമെന്ന് കൈ വെക്കോ? ആസിം വെള്ളിമണ്ണനെ അറിയുന്ന ആൾക്കാരെന്ന് കൈ വെക്കോ? 2 കൈയുമില്ല, ഒരു കാല് ഹാൻഡിക്യാപ്ഡാണ്. എന്തെല്ലാമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കണേ, ചാരിറ്റി വർക്കുകൾ, അവൻ്റെ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പം അടുത്ത് എവിടെയോ പോയിട്ട് മറ്റേ നീന്തൽ മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങി പോകുന്നു, വേറെ എവിടെയോ പോയിട്ട്, 2 കൈയില്ലാത്ത ആള്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, എന്തിനും പോകുന്നൊരു തടി ഉണ്ടായിട്ട് ഈ തലച്ചോറിനൊരു ഒട്ടിസം ബാധിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവുകയെ ഒന്നുമില്ലാത്ത, 2 കണ്ണും തുറിച്ച് നോക്കാൻ മാത്രം കാഴ്ച ഉണ്ടായിട്ട്, അത്യാവശ്യം ഒരു പട്ടിണിയോ പ്രയാസമോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടുണ്ടായിട്ട് നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ എന്ത് കാണുന്നു? നമ്മൾ എവിടേക്ക് പോകുന്നു? നല്ല ചിന്തിക്കണം. ഞാൻ ഇപ്പം എവിടെയാ ഉള്ളതെന്നും എനിക്ക് എങ്ങോട്ടാ പോകാനുള്ളതെന്നും ആ പോകാനുള്ളടത്ത് തന്നെയാണോ ഈ വണ്ടി പോകുന്നതെന്നും ആലോചിക്കണം. നല്ല റോഡ് കാണും ബൈക്കണം വിട്ടാൽ പോരാ, ഈ റോഡ് എനിക്ക് എത്താനുള്ളടത്ത് തന്നെയാണോ നോക്കണം. മനസ്സിലായില്ലേ? അതുപോലെ ഒരു ആത്മവിചാരണ വേണം. അൽ മുഹാസബ, ഒരു ആത്മവിചാരണ. അതിൻ്റെ സമയം ഇവിടെയാണ്. പരലോകത്ത് ചിന്തിച്ച് കാര്യമില്ല, ഒന്നുകൂടി ചെയ്താൽ മതിയായിരുന്നു, ഒന്നുകൂടെ നോമ്പൊറ്റാൽ മതിയായിരുന്നു, സെക്രട്ടറിക്കായിനി പ്രസിഡൻ്റൊക്കെ ആയിനി, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി ഒരു സെക്രട്ടറി സ്ഥാനം കൂടി കിട്ടുമോ? കാര്യമില്ല. ഒക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാനുള്ളത് നമുക്ക് അറിയില്ല എത്ര ഉണ്ട് എന്ന്. ഇപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ശ്രദ്ധിക്കുക, നമ്മുടെ അജണ്ട തീരുമാനിക്കുന്നത് മറ്റുള്ളവരാകരുത്. എന്താ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ കോലം കെട്ടുക, ആ ഒരു സാഹചര്യം ഉണ്ടാകരുത്. പിശാചും അവൻ്റെ കൂട്ടാളികളും നമ്മളെ വലയിൽ വീഴ്ത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. നമ്മളെ തുച്ഛമായ വിലക്ക് മറ്റുള്ളവർക്ക് നമ്മൾ വിൽക്കരുത്. അവനവൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് എന്നാ പോവാ സിനിമക്ക് പോവാ, അജി പോയി വാങ്ങിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കുക, അജി പറഞ്ഞോളാ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞോളാ. ആർക്കെങ്കിലും വേണ്ടി നമ്മളെ വിറ്റ് കളയരുത്. ഫോണും സോഷ്യൽ മീഡിയയും നമ്മുടെ ബെറ്റർമെന്റിന്, നമ്മുടെ നേട്ടത്തിന്, വിജയത്തിനുള്ളതാണ്. അത് നമ്മളെ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മളെ ഫോൺ ഉപയോഗിക്കുക, നമ്മളെ നെറ്റ് ഉപയോഗിക്കുക, നമ്മളതിൻ്റെ അടിമകളായി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമുക്കെല്ലാവർക്കും ഇച്ഛകളുണ്ട്. ആ ഇച്ഛകൾ അനുവദിച്ചത് മാത്രമായിരിക്കണം. ശീലിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 25 കൊല്ലം 30 കൊല്ലമായിട്ട് ഒരാൾ സ്മോക്ക് ചെയ്യുക, എത്ര ഉപ്പുണ്ടായിണ്ടാവും? എന്താ അയാൾക്ക് അതിൻ്റെ ഒരു യൂസ് ഉള്ളത്? ഒന്നുമില്ല. പിന്നെന്താ? അങ്ങനെ ശീലമായത് അങ്ങനെ ചെയ്യുക അല്ലേ? നമ്മളിങ്ങനെ ഒരു ക്ലോക്ക് മാതിരിയാണ്. ആ ശീലത്തിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോവും. എന്നും ആ ശീലം തെറ്റിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ മാറ്റണം. നല്ല നല്ല ശീലങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കണം. ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ വലിയ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. തലമുറകൾക്കുണ്ടെന്ന് നമ്മൾ പറയുന്ന മാലിന്യങ്ങൾ നമ്മളെ ബാധിക്കരുത്. തലമുറയുടെ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകണം അല്ലേ? പാട്ടിൻ്റെയും കൂത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പിന്നാലെ പോകുന്നവരായി നമ്മൾ മാറരുത്. കൂട്ടുകാർ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമാണ്. ഫ്രണ്ട്സിൻ്റെ എത്രയോ മീതെയാണ് പടച്ചോൻ. ഫ്രണ്ട്സിൻ്റെ എത്രയോ മീതെയാണ് നമ്മുടെ പാരൻസ്. ഫ്രണ്ട്സിൻ്റെ എത്രയോ മീതെയാണ് ഞാൻ എന്ന വ്യക്തി. അതുകൊണ്ട് ഫ്രണ്ട്സിന് നല്ലതാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും അല്ലാത്തവരെ ഉപദേശിച്ച് നന്നാക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തവന് എയിലും പോവാ അല്ലേ? അപ്പം ആ റോട്ടിൽ നിന്ന് ഒരാൾ വണ്ടി നിർത്തിയിട്ട് എങ്ങനെയാ പോവുക ചോദിച്ചാൽ നമ്മളെന്താ ചോദിക്കുക? ചുവേർ അല്ലേ? എവിടേക്ക് പോകണം? എവിടേക്ക് പോയാലും മതി പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ആട് വിട്ടുവിടുക അറിയും. എവിടെ വെച്ചാൽ പോയിക്കോ അറിയില്ലേ? ഒരു സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ പറയാൻ നമുക്ക് റൂട്ട് പറയാം. എവിടെ നിന്ന് എങ്ങനെ കാലിക്കറ്റ് പോയിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്ന റൂട്ടിനാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറയാം. എവിടേക്കെങ്കിലും പോയാൽ മതി പറഞ്ഞാൽ എന്തുമാകാം അല്ലേ? പാട്ടും കൂത്തും സിനിമയും അവരൊക്കെ എന്തുമാകാം എന്ന് വിചാരിച്ച് ലക്ഷ്യമില്ലാതെ അലയുന്നവരാണ്.
അതുകൊണ്ട് വഴിതെറ്റാനുമുണ്ട് അവകാശം എന്ന് പാട്ടുപാടിയിട്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. നമ്മൾ പറയുന്നത് വഴിതെറ്റാൻ അവകാശമില്ലെന്നാണ്. ഒരാൾ പറഞ്ഞ് നമ്മുടെ കാര്യത്തിൽ നമ്മളൊന്നും നോക്കണ്ട, നമ്മളൊന്ന് ജീവിച്ചാൽ മതി, ഒക്കെ പടച്ചോനെ തീരുമാനിച്ചു, നമ്മളൊന്ന് ജീവിച്ചാൽ മതി. അപ്പം അയാളോട് ഒരാൾ, നിങ്ങൾ സൂറത്ത് ഇൻസാനൊന്ന് ഓതിയായിരുന്നു. ഇൻസാൻ ഓതിയപ്പോൾ അതിനകത്തുണ്ട് എന്ത്? ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ, നിങ്ങൾക്ക് നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനും ആകാം. കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെയാകാന്ന് ഖുർആൻ പറഞ്ഞു. അപ്പം അടുത്ത ആയത്ത് ഓതാൻ പറഞ്ഞു. അടുത്ത ആയത്തിൽ എന്താ ഉള്ളത്? നന്ദികേട് ശീലിച്ചാൽ നരകമാണ്, നന്ദി കാണിച്ച് ജീവിച്ചാൽ സ്വർഗമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് ആരാ തടസ്സം? ഒരാൾ ഇവിടെ ഒന്ന് പാട്ട് പാടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്താ വിചാരിച്ച? ഏയ് ശരിയാവൂല അല്ലേ? അപ്പൊ ആരാ തടസ്സം? ഈ ആരെങ്കിലും പറഞ്ഞോ ഇജ്ജ് പാടിയ ശരിയാവില്ലാന്ന്? നമ്മളെ മനസ്സാ പറഞ്ഞത്. ഇജ്ജ് പ്രസംഗിച്ചാൽ ശരിയാവില്ലാന്ന് ആരെങ്കിലും പറഞ്ഞോ? നമ്മളെ മനസ്സാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ തടസ്സമാകരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്റെ നസീബ് നീ മറക്കണ്ടാന്ന്. നന്നായി പഠിച്ച് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ട്, ഉംറ ചെയ്യാൻ പോകുന്നുണ്ട്, കയ്യിൽ പൈസ അല്ല, ഒക്കെ നമ്മുടെ ലക്ഷ്യമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് പാവങ്ങളെ സഹായിക്കുക, ഒരു ഡോക്ടറാണെങ്കിൽ ചികിത്സക്ക് വകയില്ലാത്തവരെ ചികിത്സിക്കുക അല്ലേ? അങ്ങനെ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ തടസ്സമാകാത്ത വിധം നമ്മുടെ ടൈമിനെ നമ്മൾ യൂസ് ചെയ്യുക. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല. നമ്മൾ പഠിക്കണം. ഇമാം അഹ്മദിനോട് ചോദിച്ചു, എത്ര വരെ പഠിക്കും? ഖബർ കാണുന്നവരെ പഠിക്കുന്നു. പഠിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കേണ്ടി എ ബ്ലൈൻഡ് പേഴ്സൺ ഗോയിങ് ടു മസ്ജിദ് അടിച്ചു നോക്കണേ, അല്ലെങ്കിൽ ആൻ ഓൾഡ് ബ്ലൈൻഡ് മാൻ എന്നോ എന്തെങ്കിലും അടിച്ചു നോക്കി. ഒരു കണ്ണ് കാണാത്തൊരു മനുഷ്യന് വീട്ടിൽ നിന്ന് പള്ളി വരെ ഒരു കയറ് കെട്ടിച്ചേക്ക, എന്നിട്ട് 5 നേരം ജമാഅത്തിന് ആ കയറും പിടിച്ച് അയാൾ പള്ളിക്ക് പോകും. നമ്മളോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാലില്ലാത്ത ഒരാൾ ഇങ്ങനെ നിസ്കരിക്കണേ അല്ലേ? കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണാൻ സാധ്യത കുറവാണ്, എന്നാലും. അപ്പോ ചെയ്യണം. ഹബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുള്ള ഇഷ്ടം. എവിടേക്കാണ് ഇത്ര താല്പര്യത്തോടെ? ക്ലാസ് ഉണ്ട് അല്ലേ? എവിടേക്ക് ചെയ്ത? പള്ളി പോവാണ്. ഇത്ര മാറ്റി ഒരുങ്ങിയൊക്കെ പള്ളി പോണോ? ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അതാണ്. പടച്ചോനെ ഇഷ്ടപ്പെടാൻ, പടച്ചോന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഇഷ്ടപ്പെടാൻ, ഖുർആനിനെ ഇഷ്ടപ്പെടാൻ, പുണ്യപ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. ഒരു മുഖം മൂടിക്ക് പിന്നിലെ അഭിനയമാകരുത് നമ്മുടെ ജീവിതം. പുറത്തൊക്കെ നല്ല ചെറുക്ക്, നല്ല ഭംഗി, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, ഉള്ള ആള് താനി ഫ്രോഡായിരിക്കും. മനസ്സിലായില്ലേ? ആ റൂമിന്റെ കുറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോലം എന്താണ് നമ്മൾ ചിന്തിക്കണം. ഇരുട്ടിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ടോർച്ചടിച്ചു കൊടുക്കുന്ന ആളായിരുത്. ഇരുട്ടിലുള്ളത് എന്നിട്ട് ആയിരെങ്ങനെ പോയിക്കോളി. മെഴുകുതിരിയാകരുത്. മറ്റുള്ളവർക്ക് പ്രഭ ചൊരിഞ്ഞ് സ്വന്തം ഉരുകിത്തീരുന്ന ആളായിട്ട് നമ്മൾ മാറരുത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോഴല്ല ആനന്ദം, ഭാഗ്യം നമ്മളെ മേത്തേക്ക് വന്നില്ല. എന്ത്? അനക്കതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു, അനക്ക് അതിനുള്ള തൗഫീക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? ഭാഗ്യമാണോ അത്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല. ഉമ്മ പറയും, മോനെ സാധനം വാങ്ങിച്ചു വാ, താല്പര്യത്തോടെ പോവാ, ഉമ്മനെ അനുസരിക്കാൻ വേണ്ടിയുള്ള നടത്തം സ്വർഗം തരും. കൊലപാതകം ചെയ്ത ഒരാളോട് ഇബ്നു അബ്ബാസ് എന്താ പറഞ്ഞ്? ഉമ്മണ്ടോ പോയിട്ട് സേവനം ചെയ്തോ, എൻ്റെ പാപം അല്ലാഹ് പുറത്തരും. ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ഉമ്മ പറയണ കേൾക്കാൻ, ഉമ്മ പറയണ അനുസരിച്ച് ചെയ്യാൻ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് മടി ഉണ്ടാകരുത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് മടി ഉണ്ടാകരുത്. ജീവിതം അധ്വാനിക്കാനുള്ളതാ, വെറുതെ ഇരിക്കാനുള്ളതല്ല. അഅ്മാലുനാ ഫിദ്ദുനിയ വറാഹതുനാ ഫിൽ ജന്ന. പണിയെടുക്കാനുള്ള ലോക ദുനിയാവ്, വിശ്രമം പരലോകത്ത് സ്വർഗത്തിലാ. ഇച്ചൊരു മൂടില്ല. അതുകൊണ്ട് പള്ളിക്ക് ഇങ്ങനെ പോകണ്ട തോന്നുന്നുണ്ട്. എന്നാ മൂടുണ്ട് അതിന് 1 മണിക്കൂർ 2 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കാൻ നല്ല മൂടാ. അടിക്കടാ വെട്ടടാ അല്ലേ? ആള് സംഭവം സെക്രട്ടറിക്കാണ്, പക്ഷേ കളി നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. എത്ര സമയമാണ് വേസ്റ്റാണ്. എന്തിനാണത്? എന്തിനാ? ഒരു കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവൂലേ? നമ്മുടെ സമയം വെറുതെ ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ പാഴാക്കാം. ഉപകാരമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, വെറുതെ വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ
അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാ ഇപ്പം മനുഷ്യനൊന്ന് റാഹത്താകാൻ പറ്റുക? അപ്പം അദ്ദേഹം പറയാണ്, നിന്റെ കാല് നീ സ്വർഗത്തിലാണ് വെക്കുമ്പോൾ എനിക്ക് സമാധാനിക്കാം. അത് വല്ലാത്തൊരു സമാധാനം. അതിനേക്കാൾ വലിയൊരു വൈബ് ഇല്ല സഹോദരന്മാരെ. പെണ്ണല്ല ജീവിതം, മ്യൂസിക്കും പാട്ടും കൂത്തും അല്ല ജീവിതം, ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ രസങ്ങളും അല്ല ജീവിതം. മറിച്ച് ജീവിതം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം മറക്കാതിരിക്കുക, പിശാചിൻ്റെ വലയിൽ വീഴാതിരിക്കുക, മീഡിയകളും മറ്റു കാര്യങ്ങളും നമ്മളെ നയിക്കുന്നില്ലെന്ന് ഉറപ്പിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകന്റെ സുന്നത്തിൻ്റെയും പ്രചാരകരായ നമ്മൾ അതിൻ്റെ ശരിയായ ഫോളോവേഴ്സായിട്ട് ശരിയായ നിലക്ക് സ്വർഗത്തിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.